السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അമൃഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് മൺമറഞ്ഞു പോയ ഖബറുകളെ അള്ളാഹു വിശാലമാക്കട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനവും വിശദീകരണവും സൂറത്ത് ബഖറയിൽ നിന്നുള്ള 62-ാമത്തെ ആയത്താണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. അള്ളാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ വന്നസാറാ വസ്സാബീന من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. إن الذين آمنوا والذين هادوا والنصارى والصابئين. സത്യവിശ്വാസികളോ ജൂത ക്രൈസ്തവരോ സ്വാബികളോ ആരോ ആകട്ടെ, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും വ അമില സാലിഹൻ, സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിങ്കൽ അർഹിക്കുന്ന പ്രതിഫലം അവർക്കുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയപ്പെടേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല, അങ്ങനെ വരികയും ഉണ്ടാവുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗത്തിന് മുമ്പ് വിഗ്രഹാരാധന ഉപേക്ഷിക്കുകയും വാഗ്ദത്ത നബിയെ കാത്തിരിക്കുകയും ചെയ്ത ഹബീബ് നജാർ, വറഖത്ത് ബിൻ നൗഫൽ തുടങ്ങിയവരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരിൽ വിശ്വസിച്ചു. പിൽക്കാലത്ത് അവസാനം ഒരു പ്രവാചകൻ വരുന്നു എന്ന് അവർ മനസ്സിലാക്കിയതിനനുസരിച്ച് മുത്തുനബിയുടെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്തവരെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും വിശ്വസിച്ചവർക്ക് മോക്ഷമുണ്ടെന്ന് അർത്ഥം. പുരാതന അറേബ്യയിലെ ഒരു ജനവിഭാഗമാണ് സ്വാബികൾ. അപ്പോൾ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ വിശ്വസിക്കുകയും അവരെ കാലം കഴിഞ്ഞതിന് ശേഷം പിൽക്കാലത്ത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു നബി വരാനുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ സത്യവിശ്വാസത്തിൽ തന്നെ വിശ്വസിച്ചു വന്നവരെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞ ആയത്ത് വിശദീകരണം ചെയ്യുന്നത്. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاذْكُرُوا مَا فِيهِ لَعَلَّكُمْ تَتَّقُونَ. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ, നാം നിങ്ങളോട് കരാർ വാങ്ങുകയും വറഫഅനാ ഫൗഖകുമു തൂർ, തൂർ പർവ്വതത്തെ നിങ്ങൾക്ക് മീതെ ഉയർത്തുകയും ചെയ്ത സന്ദർഭത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കുക. വദ്കുറൂ മാ ഫീഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് നാം നൽകിയത് ലഅല്ലകും തത്തഖൂൻ, സൂക്ഷ്മ ജീവിതം നയിക്കാൻ വേണ്ടി അതിൽ നിർദ്ദേശിച്ചത് ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ തൂർ പർവ്വതം, സീനാ പർവ്വതം അഥവാ ജബൽ മൂസ എടുത്തുയർത്തി ഇസ്രായേലിയർക്ക് തകരയുടെ മുകളിൽ ഒരു കുട പോലെ കൊണ്ടുവന്നു. ഇസ്രായേലിയുടെ മുകളിൽ ഒരു കുട പോലെ ഈ പർവ്വതത്തെ കൊണ്ടുവന്നിട്ട് അള്ളാഹു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നാം കരാർ ചെയ്ത കരാറുകൾ നിങ്ങൾ അംഗീകരിക്കുക. ആ സംഭവമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്.
ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ എന്ത് സംഭവിച്ചു? ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ വന്നു എന്നതിന് ശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷം നിങ്ങൾ പിന്തിരിഞ്ഞു. നിങ്ങൾ ഈ കരാറുകളൊക്കെ ലംഘനം നടത്തി അതിൽ നിങ്ങൾ പിന്തിരിഞ്ഞു. പക്ഷേ ഫലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങളുടെ മേലില്ലായിരുന്നുവെങ്കിൽ ലകുൻതും മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമായിരുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ കരുണയും അവൻ്റെ ഔദാര്യവും അനുഗ്രഹവും നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമായിരുന്നു. പക്ഷേ അള്ളാഹു എന്ത് ചെയ്തു? അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ അവൻ ചേർത്ത് പിടിച്ചു. അവൻ നിങ്ങളെ ശിക്ഷിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്തില്ല. അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് വഴിപ്പെടണമെന്ന കരാറിന് ശേഷം നിങ്ങൾ പിന്തിരിഞ്ഞു പോയപ്പോൾ ഫലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, നിങ്ങളോട് അവൻ എന്ത് ചെയ്തു? അനുഗ്രഹം ചെയ്തു. ലക്കും ബി തൗബത്തി, തൗബ കൊണ്ട്, ഔ തഖീറുൽ അദാബ്, അല്ലെങ്കിൽ ശിക്ഷയെ പിന്തിക്കൽ കൊണ്ട്. അള്ളാഹുവിൻ്റെ ഔദാര്യവും അനുഗ്രഹവും നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകുമായിരുന്നു. അപ്പോൾ അള്ളാഹുവിനോട് ചെയ്ത കരാറുകളൊക്കെ നിങ്ങൾ ലംഘിച്ചു. എന്നിട്ടും അള്ളാഹു എന്ത് ചെയ്തില്ല? നിങ്ങളെ പിടിച്ച് ശിക്ഷിച്ചില്ല. അവൻ്റെ ഔദാര്യമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ദൂതനിൽ വിശ്വാസമർപ്പിച്ചവറുകളോ ക്രിസ്ത്യനോ യൂതനോ സാബിയോ ആകിലും ചാഞ്ചല്യമില്ലാത്ത ഭക്തനായി ധന്യനായി നിർണിത നാളിൽ തികഞ്ഞ വിശ്വാസിയായി ധർമ്മിഷ്ഠനായി ചരിച്ചിടും മാനവൻ സമ്മാന്യനായി വരും, സന്ദേഹമില്ലതിൽ. ഭീതിയും ദുഃഖവും താനേയകന്നു പോം, ഭാവിയിൽ മംഗളം ചേരുമീ മർത്യനിൽ. സത്യപ്രതിജ്ഞകൾ നമ്മോടു ചെയ്തതും നിങ്ങൾക്കുമിരൈ ശൈലോച്ചയത്തെ നാം പൊന്തിച്ചു തുള്ളിച്ചുയർത്തിപ്പിടിച്ചതും വിസ്മരിച്ചിടലോ പാർത്തിട്ടു കണ്ടിടുവിൻ. സൂക്ഷ്മമായി ജീവിതം താണ്ടുവാൻ നിങ്ങളിൽ കാരുണ്യമോടു നാം തൗറാത്തു നൽകിനാൻ. സത്യപ്രമാണങ്ങളാചരിച്ചിടുവിൻ, വിസ്മരിച്ചിടലോ നിർദ്ദേശമൊന്നുമേ. പ്രതിജ്ഞകൾ ലംഘിച്ചു കേവലം ദുർമാർഗ ജീവിതം കൈക്കൊണ്ടു പിന്നെയും കാരുണ്യശീലന്റെ ഔദാര്യമൊന്നിനാൽ പാഴായി ഭവിച്ചില്ല നിങ്ങൾക്കു ജീവിതം. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ധിക്കരിച്ച് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനെയും അള്ളാഹു ഉടനടി പിടിച്ച് ശിക്ഷിക്കുന്നില്ല. എന്നിട്ടോ അവൻ്റെ ഔദാര്യവും കാരുണ്യവും ഓരോരുത്തരിലും ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ദുർമാർഗമായി നടക്കുന്നവരൊക്കെ അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്താപിച്ചുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക, അതായിരിക്കും കരണീയം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടുവർഷം മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗമായി കിടക്കുന്ന സർവ്വ രോഗങ്ങൾക്കും അള്ളാഹു ശിവ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അപകടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും
നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കാവലും കരുണയും നൽകട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും കുടുംബസമേതം ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഈ ലോകത്തോട് വിട പറയുന്ന സമയം കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നല്ല രീതിയിൽ, നല്ല സ്ഥലത്ത് വെച്ച്, നല്ല സമയത്ത്, നല്ല രീതിയിൽ ഈ ലോകത്തോട് വിട പറയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും, അവരോടൊപ്പം നാളെയും നമ്മുടെ ഗുരുവര്യന്മാർ ഉൾപ്പെടെ എല്ലാവരെയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച നമ്മളിൽ നിന്നും വിട പറഞ്ഞ ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിഅത്തുൽ ഉലമയുടെ പ്രസിഡന്റ്, മന്നാനിയ സർവകലാശാലയുടെ പ്രിൻസിപ്പലുമായിരുന്ന ബഹുമാന്യനായ ഉസ്താദ് KP അബൂബക്കർ ഹസ്രത്ത് അവർകൾ നമ്മളിൽ നിന്നും മൺമറഞ്ഞുപോയി. മഹാനഗർക്ക് അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ ദറജ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവരുടെ അനുഗ്രഹവും കാരുണ്യവും അള്ളാഹു നമ്മളിലും വർഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.